നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉള്ള വക്കീല. മാന്യമായ ശമ്പളവും വക്കീല് കൊടുക്കുന്നുണ്ട്. പിന്നെന്തിനാ വിക്രമിനെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചേച്ചിക്ക് തൂപ്പുപണിയും പിയൂൺ പണിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, വന്ദനേച്ചി എന്താ വീട് ഓഫീസാക്കുവാണോ? എന്ത് ഫയലാ നോക്കുന്നേ? അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല, ഓഫീസിലെ സാധാ ഫയലാ. വിക്രമാനെ, മോൻ വന്നെന്ന് വർഷ പറഞ്ഞായിരുന്നു. വന്ദന എന്താ മോനോട് സംസാരിച്ചേ? അല്ല, അത് എന്റെ ബിസിനസ് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുമായിരുന്നു. പിന്നെ ഏത് കാര്യം ചോദിച്ചറിയാനുള്ള ചേച്ചിയുടെ താല്പര്യം ഒന്ന് വേറെ തന്നെ. അതിനെ അറിയേണ്ടതാണെങ്കിലും അറിയേണ്ട കാര്യമല്ലെങ്കിലും അവക്ക് ശരി തന്നെ. പക്ഷേ അവളുടെ തലയിലെഴുത്ത് ശരിയല്ല മോനെ. നിന്റെ കമ്പനിയില് അവൾക്കൊരു ജോലി കൊടുത്തൂടെ? അല്ല, അവൾക്കിപ്പോ വക്കീലാപ്പീസിൽ ജോലി ഉണ്ടല്ലോ അമ്മേ. ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉള്ള വക്കീല. മാന്യമായ ശമ്പളവും വക്കീല് കൊടുക്കുന്നുണ്ട്. പിന്നെന്തിനാ വിക്രമിനെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചേച്ചിക്ക് തൂപ്പുപണിയും പിയൂൺ പണിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിക്ക് വേണ്ടി പുതിയൊരു പോസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് റിസ്ക് ആണ്. എന്നാ വന്ദന തൽക്കാലം വക്കീലാഫീസിലെ പണി തന്നെ നോക്കട്ടെ മോനെ. പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരാളെ പുതിയതായി നിയമിക്കുന്നതും ഒക്കെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യല്ലേ? അമ്മ ബിസിനസിന്റെ ഉള്ളുകളികളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നല്ലോ. ഗുഡ്. അല്ലെങ്കിലും മാധവനും ചന്ദ്രികയൊക്കെ അഭിമാനികളാ. പക്ഷെ അത് ദുരഭിമാനമാണെന്ന് ഞാൻ പറയും. സ്വന്തം മരുമോന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അത്ര വലിയ ദുരഭിമാനമൊന്നുമല്ല. അമ്മേ, അയലത്തെ വീട്ടിലൊരു ചോറുണ്ട്, അത് ഇല്ലാതാക്കരുതെന്ന പഴമൊഴി അമ്മ പറഞ്ഞാ ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, ആ പഴമൊഴി ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാനൊക്കെ മിടിക്കുക അമ്മയാ. അതൊന്നും വേണ്ട, അത് വേണ്ട. നീ തന്നെ അങ്ങ് വിശദീകരിച്ചാ മതി. അയൽവക്കത്തൊരു ചോറുണ്ട്, അത് ഇല്ലാതാക്കരുത് എന്നാ പഴമൊഴി. അയലത്തെ വീട്ടിൽ ചെന്നാ ചോറ് കിട്ടും എന്ന് കരുതി എന്നും അയലത്തെ വീട്ടിൽ ചോറ് കഴിക്കാൻ പോകുന്നത് ശരിയാണോ? ശരിയല്ല. അയൽക്കാർ ഉണ്ണാൻ ക്ഷണിക്കുമ്പോഴൊക്കെ ഇപ്പൊ വേണ്ട പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഉണ്ണാതെ പോകുമ്പോ അവനോട് അയൽക്കാർക്ക് വലിയ മതിപ്പുണ്ടാവും. അയൽക്കാരന്റെ മതിപ്പും അയൽവക്കത്തെ ചോറും എന്ന് നിലനിൽക്കുകയും ചെയ്യും. എന്താമേ, ഞാൻ വിശദീകരിച്ചത് ശരിയായോ? ശരിയായി, ശരിയായി. പഴഞ്ചൊല്ലിലെ ഗുണപാഠം മനസ്സിലാക്കിയ എനിക്കും തൃപ്തിയായി. തീർന്നില്ല. അയൽവക്കത്തെ ചോറിന്റെ കാര്യം പറഞ്ഞ പോലെ വന്ദനയ്ക്ക് ഇപ്പൊ ജോലി വേണ്ട പിന്നെ സ്വീകരിച്ചോളാം എന്ന നിലപാടെടുക്കും തോറും വിക്രമിന് ഞങ്ങളോടുള്ള മതിപ്പും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിക്രം
വന്ദനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന ജോലിയുടെ ഒഴിവ് അവിടെ നിന്ന് നിലനിൽക്കുകയും ചെയ്യും. ആഹാ, വാട്ട് എ കമ്പാരിസൺ. പഠിക്കുന്നെങ്കിൽ എല്ലാവരും മുത്തശ്ശിയുടെയും അച്ഛന്റെയും പഴഞ്ചൊല്ല് പഠിക്കണം. ജീവിതത്തിൽ മുന്നേറാനുള്ള ചവിട്ടുപടിയല്ലേ ഇത്? കൺഗ്രാചുലേഷൻസ് അച്ഛാ. ആ, അച്ഛനും അമ്മയ്ക്കും ചില സ്വപ്നങ്ങളൊക്കെ ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. വൈകാതെ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. ഊണ് കഴിക്കാറായി. അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഊണ് കഴിക്കേണ്ട സമയമായിട്ടും ഏട്ടന് വിശപ്പില്ലേ? അച്ഛന്റെ പഴഞ്ചൊല്ല് വിശദീകരണം കേട്ടപ്പോ വിശപ്പൊക്കെ പമ്പ് കടന്നു. എന്നാലും സുചിത്രച്ചയുടെ രുചിക്കൂട്ടുകൾ ഉപേക്ഷിക്കാനും ആവുന്നില്ല. ആരേത്? കുടുംബത്തില് പുതിയൊരു അംഗം കൂടി വരാൻ പോകുന്ന സന്തോഷം നമുക്ക് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ച് ആസ്വദിക്കാം. ആ? വാ, വാ, വാ. വാ മോനെ, ആ വരാം. വാ. ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വന്ദന ചേച്ചി പഠിച്ചുകൊണ്ടിരുന്ന ഫയല് മുറിയിലുകൊണ്ട് ഭദ്രമായിട്ട് വെച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓഫീസിലിരിക്കേണ്ട ഫയല് വീട്ടിൽ കൊണ്ടുവരുന്നത് അത്ര ശരിയായ പ്രവണതയല്ല. ബൈ ചാൻസിൽ ഫയൽ എങ്ങാനും മിസ്സായാൽ വക്കീലിനോട് സമാധാനം പറയണ്ടേ വന്ദന ചേച്ചി? കൊണ്ടുവരുന്ന ഫയല് മിസ്സാകാതെ സൂക്ഷിക്കാനുള്ള ഓർമ്മശക്തിയൊക്കെ എനിക്കുണ്ട്. മാത്രല്ല, ആ ഫയൽ ഞാൻ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞു. സമാധാനം പറയാനും പറയിപ്പിക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. വെരി ഗുഡ്. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാം. കറികളൊക്കെ നന്നായോ മോനെ? കൊള്ളാം. നന്നായെന്നോ? കറികളൊക്കെ സൂപ്പർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.